ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. കൈകോർക്കാം, കാവലാകാം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യന്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഒരു പ്രധാന ഭീഷണിയാണ് പരിസ്ഥിതി മലിനീകരണം. പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നതാണ് ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS പരിസ്ഥിതി ദിനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ JMUP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. കുറ്റിത്തൈ കുരുമുളക് നടുകയും പൂന്തോട്ട നിർമ്മാണത്തിനായുള്ള ചെടികളും വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ സുനിതാകുമാരി KV അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീജ TK, JMUP സ്കൂൾ അധ്യാപിക ലീന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CDS മെമ്പർമാർ, അക്കൗണ്ടന്റ്, അഗ്രി CRP കൂടാതെ അധ്യാപകരും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഉദ്ഘാടനം, പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടി നമ്മൾ JMUP സ്കൂളിൽ നടത്താമെന്ന് തീരുമാനിച്ച പ്രകാരം നമ്മൾ കുറ്റിക്കുരുമുളക് തൈ സ്കൂളിൽ നൽകുകയും അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് ഇരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബാലേട്ടനെ ക്ഷണിക്കുന്നതോടൊപ്പം നമ്മളെല്ലാ വർഷവും നമ്മൾ കുടുംബശ്രീയോട് സഹകരിച്ച് പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ JMUP സ്കൂള്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഭരണസമിതി തീരുമാനമെടുത്തു ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറിയൊരു പൂന്തോട്ടം സ്കൂളിന് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വിതരണം ചെയ്യണമെന്ന തീരുമാനപ്രകാരം കുറച്ച് തൈകൾ നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തന്നെ സ്കൂളിന് സംരക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ പ്രകൃതി തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമി നിലനിൽക്കുന്നതിന് ഓസോൺ പാളി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പല ഘടകങ്ങൾ ആവശ്യമാണ്. ആ ഘടകങ്ങൾക്ക് ഭൂമി സൃഷ്ടിച്ചെങ്കിലും അനേകം വർഷങ്ങളായിട്ട് മനുഷ്യൻ്റെ ദുരന്തം മൂലം അത് നശിക്കപ്പെടുന്ന അവസ്ഥയാണ് ലോകത്ത് കാണപ്പെടുന്നത്. ഭൂമി നിലനിൽക്കണമെങ്കിൽ ഇത്ര ശതമാനം വനം വേണം, പച്ചപ്പ് വേണം എന്ന് പ്രകൃതി തന്നെ തീരുമാനിച്ച കാര്യമാണ്. അത് മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 1973 ആണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. ഇതെല്ലാ വർഷവും ആചരിക്കുന്നതും കൂടി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ലോകരാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തെളിവാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലം തെറ്റ മഴ, ഉഷ്ണം ഒക്കെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഘസ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് കുത്തിയൊഴുകി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളതിൽ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, ലോകരാജ്യങ്ങൾ തന്നെ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ഒരു സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ സന്ദേശം. ആ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഒഴുകി തോട് വഴി പുഴയിലെത്തുകയും പുഴ വഴി കടലിലെത്തുകയും നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് തന്നെ, കടൽ ജീവികളുടെ ആവാസ അവസ്ഥക്ക് തന്നെ ദോഷം വന്നുകൊണ്ടിരിക്കുകയുമാണ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ തോടുകളും പുഴകളും ഒക്കെ പരിസരവും ഭൂമിയും ഒക്കെ മലിനമാകപ്പെട്ട ഘട്ടത്തിൽ അതിനെതിരെ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഏറെക്കുറെ അതിൽ നിന്ന് മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായി പുഴയുടെ തോടിൻ്റെ ഒഴുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും നമുക്ക് CDS പ്രവർത്തകർ നമ്മുടെ സ്കൂള് ഹരിതാഭമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പൂച്ചെടികൾ നൽകാറുണ്ട്. അപ്പോൾ പതിവ് പോലെ ഈ വർഷവും നമുക്ക് നമ്മുടെ സ്കൂളിനെ ഹരിതാഭമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ അവർക്കുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനെ പരിപാലിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ ഒത്തുകൂടിയ എല്ലാ കുഞ്ഞുമക്കൾക്കും, ടീച്ചർമാർക്കും, അതുപോലെ നമ്മുടെ CDS മെമ്പർമാർക്കും, നമ്മൾ ഉദ്ഘാടനം ചെയ്ത ബാലേട്ടനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ
മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യവും. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ്. സന്ദർശിക്കുക. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ബെഡ്റൂം സെറ്റുകൾ 14,500 രൂപ മുതൽ. 3 ഡോർ അലമാര 8,500 രൂപ മുതൽ. ഡബിൾ ഡോർ അലമാരകൾ 6,500 രൂപ മുതൽ. ഗാർഡൻ ബെഞ്ച് 4,500 രൂപ. സ്റ്റഡി ടേബിൾ 2,150 മുതൽ. കമ്പ്യൂട്ടർ ടേബിൾ 1,600 രൂപ മുതൽ. ഡ്രോ ടേബിൾ 2,900 മുതൽ. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം.